പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഴക്കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം ആവശ്യം വരുന്ന ഒരു സാധനമാണ് ഒരു ചവിട്ടി. അതായത് പഴയ തുണികൾ കൊണ്ട്, വെട്ടുതുണി കഷ്ണങ്ങൾ കൊണ്ടും പഴയ നൈറ്റി, മുണ്ട് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ചവിട്ടിയാണിത്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളെ ഈ ചവിട്ടി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വീതിയുള്ള എന്തെങ്കിലും തുണി കഷ്ണങ്ങളാണ് നമുക്ക് ആവശ്യം. ഞാനിവിടെ ഒരു പഴയ ഒരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണി എങ്ങനെയാണ് ഒറ്റ നീളത്തിൽ, അതായത് കെട്ടുകളില്ലാതെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുക. മടക്ക് വരുന്ന ഭാഗം എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു വീതിക്ക് ഞാൻ കട്ട് ചെയ്യാണ്. തുറപ്പുള്ള ഭാഗത്തുമ്പോൾ മുഴുവൻ കട്ട് ചെയ്യരുത്. നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല, അതൊരു ഗ്യാപ്പ് ഇട്ട് ഞാൻ നിർത്തിയിരിക്കും. ഓക്കെ, ഒരു പീസ് കട്ട് ചെയ്തു. അടുത്തത് അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എനിക്കിതിനെ കണ്ടിന്യൂസ് പീസായിട്ട് കിട്ടണം. ഇതിപ്പോൾ നമ്മുടെ മടക്കിയ തുണിയാണല്ലോ, നോക്കിയാൽ കാണാം മടക്കിയ തുണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1, 2 ഈ രണ്ടാമത്തെ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായി, ഈ പീസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോ. ഇനി ഇവിടെ വരുമ്പോൾ ഇത് വെട്ടിയാൽ അത് മുറിഞ്ഞു പോകും. അതുകൊണ്ട് അടുത്ത ഭാഗം വെട്ടുന്നു. നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള പീസ് കിട്ടി. ഇതുപോലെ നമുക്ക് നീളത്തിലുള്ള പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചവിട്ടി തുന്നിയെടുക്കാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ക്രോഷ്യയാണ്. ഇതിൻ്റെ അറ്റം നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു കൊളുത്ത് പോലെയാണ്. ഈ കൊളുത്ത് വെച്ച് നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തുണിയെ. ആദ്യം ഒരു ഊരാക്കുടുക്കിടണം. ഊരാക്കുടുക്കിടാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇതെടുക്കുക, അതിനെ ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. ഓക്കെ, ഈ അടിയിലുള്ള ആ പീസ് വീണ്ടും ഇതിൻ്റെ മുകളിലൂടെ, 2 വശത്തിനും മുകളിലൂടെ എടുത്ത് ഈ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ഇരുന്നതിനെയാണ് ഊരാക്കുടുക്കെന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. അടിയിൽ വെച്ചു, ഇതിനെ മുകളിലൂടെ 2 പീസിന് മുകളിലൂടെയും ആക്കിയിട്ട് ഉള്ളിലൂടെ എടുക്കുക. ഓക്കെ, ഇതാണ് ഊരാക്കുടുക്ക്. ഓക്കെ, കണ്ടോ, വലിച്ച് കഴിയുമ്പോൾ അത് ടൈറ്റാവും. ഇനി ഈ പീസ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. നമ്മുടെ കൈ പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിന് ശേഷം കൊളുത്തിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കി എടുക്കാം. അതുപോലെ കൊളുത്തിനുള്ളിലൂടെ വലിച്ച് എടുക്കുക. ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ചെയിൻ സ്റ്റിച്ച് ഒരു 45 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചവിട്ടിക്കുള്ള അത്യാവശ്യം വീതി കിട്ടും. ഞാനിപ്പോൾ ഒരു 45 എണ്ണം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ 45 എണ്ണം കൃത്യമായിട്ട് എണ്ണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീതി കിട്ടുന്നതായിരിക്കും. വീതി കറക്റ്റായിട്ട് കിട്ടും. ഞാൻ അത്രയും എണ്ണം എടുക്കുന്നില്ല. ഞാൻ സ്റ്റിച്ച് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുവാണ്. ഈ 40 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം എക്സ്ട്രാ ഇടണം. 1, 2 എണ്ണം എക്സ്ട്രാ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ സൂചിയുടെ ഇതിൽ ഒരു ചുറ്റി ചുറ്റുക. 1, 2 2 കഴിഞ്ഞ് മൂന്നാമത്തേൽ ഇറക്കുക. ഉണ്ടോ, മൂന്നാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് കടത്തി വീണ്ടും ഒരു ചുറ്റിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3 ചുറ്റുകളാണ് ഇപ്പോൾ നമ്മുടെ സൂചിയിലുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ നൂലെടുത്തിട്ട് 2 എണ്ണം ഒഴിവാക്കുക. അതായത് 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. കണ്ടോ, സ്റ്റിച്ചായത്. വീണ്ടും ഒരു ചുറ്റി ചുറ്റുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ഓക്കെ, ഒരു ചുറ്റിട്ടു. അടുത്ത ചെയിനിൽ കുത്തി. അവിടെ ഇപ്പോൾ ഈ ചെയിനും കൂടെ വന്നപ്പോൾ 3 എണ്ണം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതെടുത്തു. അപ്പോൾ 1, 2, 3 വീണ്ടും ഒന്നുകൂടെ ചുറ്റുക. ആ 2 ചെയിൻ ഒഴിവാക്കുക, അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. വീണ്ടും ഓക്കെ. അപ്പോൾ
നമുക്കിപ്പോൾ 2 സ്റ്റിച്ചായി. ഒരു പ്രാവശ്യം ചുറ്റുന്നു, ഉള്ളിലൂടെ എടുക്കുന്നു, 3 എണ്ണമായി. ഇങ്ങനെ എടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചവിട്ടിയുടെ ഒരു ലെയർ ഇങ്ങനെ വരും. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത ഒരെണ്ണമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്ത് 40 വീതിയിൽ ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ 5 ലെയർ തയ്ച്ചതിന് ശേഷമുള്ള 5-6 ലെയർ തയ്ച്ചതിന് ശേഷമുള്ള ഒരിതാണ്. ഇത് പെട്ടെന്ന് കേടായൊന്നും പോവില്ല. നമുക്കൊരു 4-5 വർഷമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മഴക്കാലത്തൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. വെള്ളം വലിച്ചെടുക്കും, നമ്മുടെ വീട് നല്ല ക്ലീനായിട്ട് കിടക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.